നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് 4 മണിക്ക് ചായയൊരൊപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഞാൻ ഈ ഉള്ളിവട കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ഉള്ളിവട ഉണ്ടാക്കാറുള്ളപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഈ രീതിയിൽ ചെയ്യണതിൻ്റെ പിന്നിൽ ചെറിയൊരു കാരണം ഉണ്ട് കേട്ടോ. ആ കാരണം ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വീട്ടിൽ തന്നെ ഉള്ളിവട ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള അരിയുമ്പോൾ നന്നായി കനം പാടില്ല, ഒരു കനം കുറച്ച് അരിഞ്ഞു വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ നല്ലൊരു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾ സ്ലൈസറൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കും ചെയ്യാം. ഇനി ഇതിലോട്ട് ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെയായാലും ചേർക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 10 ചെറുള്ളി കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് ചേർക്കാറുണ്ട്. ചെറുള്ളി തൊലി കളഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ചെറുള്ളി എടുക്കേണ്ടതായിരിക്കും നന്നായിരിക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഞാനിപ്പോൾ ഒരു 6 ചേർത്ത് നോക്കണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൽ മാറ്റം വരുത്താം. അതിനുശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ വെള്ളതായതുകൊണ്ട് ആദ്യം ഒന്ന് ചേർത്ത് വെക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് യോജിപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ തന്നെ സവാള ഇതുപോലെയൊക്കെ ഒന്ന് വിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കുഴച്ച് വെക്കുമ്പോൾ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് മാവ് കലക്കാൻ മതിയായിരിക്കും. അല്ലാണ്ട് എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് മാവൊന്നും യോജിപ്പിക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഉപ്പ് ഒരു പൊടിക്ക് മുന്നിലാണ്. അത് കുഴപ്പമില്ല, അതിൽ പൊടികളും മാവൊക്കെ വരുമ്പോൾ അത് ശരിയായിട്ട് പോയിക്കോളും. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഈ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അധികം സമയമൊന്നും വെക്കണ്ട, മാക്സിമം ഒരു 8-10 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷമാണ് നമ്മൾ പിന്നീട് ഉള്ളിവട ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഇത് മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ഒഴിവാക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കുറച്ച് ചേർക്കുകയോ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളിവടയ്ക്ക് വരുന്നത്. ഇനി എരിവിനായിട്ടും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. ഇതൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ മുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ചേർക്കണ്ട, ഒരു 1/4 തൊട്ട് ഒരു 1.5 ടീസ്പൂൺ വരെ മാക്സിമം ചേർത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, ചേർത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരാനില്ല. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം അരിപ്പൊടിയിൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണയായിട്ട് ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലോർ ആണ് ചേർക്കാറുള്ളത്. ഈ ഒരളവിലേക്ക് ഞാൻ 4 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടലമാവും കൂടി ചേർത്ത് കൊടുക്കണം. കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കാം നമുക്ക്, എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇത് അധികമായി പോവരുത്, അധികമായ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല. കുറച്ച് സവാളയൊക്കെ കാണണം, ആ ഒരു രീതിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന അളവ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 12 ടീസ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പും എരിവും ഒക്കെ നോക്കാം. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ആവശ്യത്തിന് എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പച്ചമുളക് കടിക്കുമ്പോൾ ചെറുതായി ഒരു എരിവ് ഉണ്ടാവുമെന്ന് മാത്രം.
അപ്പോൾ നിങ്ങൾക്ക് ഇത്ര പോലെ എരിവ് വേണ്ടെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഒക്കെ അളവ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിത് വറുത്ത് കോരാനുള്ള എണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് കുഴച്ച് വന്നപ്പോൾ കടലമാവ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ മൊത്തം 14 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. എൻ്റെ സെയിം അളവാവില്ല കേട്ടോ, നിങ്ങൾ കടലമാവ് ചേർക്കണ സമയത്ത് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നേക്കാളും കൂടുതൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ കടലമാവ് ചേർക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു 10-12 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഇരിക്കണം നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഓയിലും ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. നിങ്ങൾക്കപ്പോൾ ചെറിയ ഉള്ളിവടയാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് ചെറുതായി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കോരാം. അതല്ല അങ്ങനെ വട്ടത്തിലുള്ള വടയുടെ പോലെ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടത്തിലാക്കിയിട്ട് എടുത്തിട്ട് നമുക്കങ്ങനെ വറുത്ത് കോരാവുന്നുള്ളൂ. ഞാനുണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ വട്ടത്തിലുള്ള ഉള്ളിവടകളാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കയ്യിലുള്ള ഈ മാവ് ഒന്ന് കഴുകി കളയും. അതിനുശേഷം ആ നനവോട് കൂടിയിട്ട് തന്നെ ഒന്ന് ബോളായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തും. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഈ ഉള്ളിവട വറുത്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിലാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. സവാള പെട്ടെന്ന് വേവണതാണ്. പിന്നെ നമ്മുടെ എണ്ണയാണെങ്കിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ സവാള പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളിൽ അങ്ങോട്ട് ആയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. ഇപ്പം അതുപോലെ ഇങ്ങനെ വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായി കിടക്കണ എണ്ണയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമായിട്ട് നമ്മളിത് ഇടാൻ പാടുള്ളൂ. അതെന്ത് സാധനം ആയാലും വറുത്ത് കോരുന്നതിന് മുന്നേ എണ്ണ നന്നായി ചൂടായിരിക്കണം. എണ്ണ നന്നായി ചൂടായോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ എന്തുണ്ടാക്കായാലും അതിൽ നിന്ന് ഒരു കുറച്ചെടുത്തിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നന്നായി പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് എണ്ണ നന്നായി ചൂടായിട്ടില്ല എന്ന് ഉറപ്പിക്കാം. അതിന് ശേഷം മാത്രം സാധനങ്ങൾ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ തൃശ്ശൂർ ഒരു ബേക്കറിയിൽ നിന്ന് ഉള്ളിവട വാങ്ങിച്ചിട്ട് കഴിക്കാറുണ്ടായിരുന്നു. എന്നൊന്നല്ല, വല്ല കാലത്തും ഇങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മനസ്സിൽ കിടക്കണോണ്ടായിരിക്കാം പിന്നീട് ഉള്ളിവട ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഉള്ളിവട ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം അതുപോലെയൊക്കെ ഒരു മണവും ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്ന്. അതിങ്ങനെ ചെറിയ പീസായിട്ട് കിട്ടണ നല്ല ടേസ്റ്റുള്ള ഒരു ഉള്ളിവടയായിരുന്നു. ഇപ്പോൾ 2 സൈഡും ഈ ഒരു കളറായിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഉള്ളിവടകളും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ ഉള്ളിവടകളും വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 11-12 ഉള്ളിവടകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സവാള അരിയണ സമയവും പിന്നെ ആ 10 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വയ്ക്കില്ലേ, ആ ഒരു സമയം മാത്രമേ ഇതിൽ കൂടുതലായിട്ട് വേണ്ടൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഉള്ളിവട നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കനാവാതെ ഈ ഒരു കനത്തിൽ തന്നെ പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിലെ മാവൊക്കെ കറക്റ്റ് വെന്തിട്ട് കിട്ടിയോളും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഉള്ളിവട ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിവടയാണിത്. അപ്പോൾ ഉള്ളിവട നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും അത് കമൻസിലൂടെ എന്നോട് ചോദിക്കാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ശ്രുതീസ് കുക്കറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വരുന്ന ആ ബെല്ലൈക്കണില്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. വീണ്ടും കാണുന്നത് വരെ ബൈ.